കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, നമുക്ക് പ്രത്യാശയും ഉറപ്പും നൽകുന്ന ദൈവവചനം നൽകി കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നാം എത്ര ശക്തിയുള്ളവരാണെങ്കിലും, എത്ര കഴിവും മിടുക്കുമുള്ളവരാണെങ്കിലും, എത്ര സമ്പന്നരാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവഭക്തന്മാരായി ജീവിക്കുന്നവർക്കും ദൈവത്തിൽ മാത്രമല്ലാതെ വേറെ എങ്ങും ആശ്രയിക്കുവാൻ ഇടമില്ല. നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനിവാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില രോഗങ്ങൾക്ക് അത് മാറ്റിത്തരുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ് ആ സംഭവം വിവരിച്ചിരിക്കുന്നത്. തൻ്റെ ആ പ്രയാസം തന്നെ ഒത്തിരി അസഹ്യപ്പെടുത്തുന്നുവെന്ന് പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ 3 പ്രാവശ്യം തന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കിയ കർത്താവിനോട് അത് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ കർത്താവ് പൗലോസിന് കൊടുത്ത മറുപടി, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനമായ സാഹചര്യത്തിൽ നിന്നെ തികഞ്ഞവനായി നിർത്തും എന്നാണ് കർത്താവ് പൗലോസിനോട് അരുളി ചെയ്തത്. നമുക്ക് ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ കൃപ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ ഏത് വലിയ പ്രശ്നം വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയ വേദനയുടെ അനുഭവങ്ങൾ കൂടി നാം കടന്നു പോകേണ്ടി വന്നാലും അവയെ തരണം ചെയ്യുവാൻ ഈ ശക്തി മൂലം സാധ്യമാകും. അത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ്. ആ ശക്തി പകർന്നിട്ടുള്ള, അത് ലഭിച്ചിട്ടുള്ളവർക്ക് മറ്റൊന്നിനെയും പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, മറ്റൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതാ, നമ്മുടെ ബലഹീനതകൾ നമ്മളെ ശക്തരാക്കുവാൻ, നമ്മുടെ രോഗങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ ഉറച്ചു നിർത്തുവാൻ ദൈവത്തിൻ്റെ കൃപ ധാരാളം മതി. ഈ ശക്തിയാണ്, ഈ കൃപയാണ് ഈ അന്ത്യകാലഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. കർത്താവേ, അങ്ങയുടെ ഭക്തന്മാർക്ക് പകർന്നു കൊടുത്ത ആ കൃപ ഞങ്ങളുടെ മേലും ഒന്ന് പകർന്നു തരണമേ. അങ്ങയുടെ ദിവ്യശക്തിയാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഞങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പലവിധമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വേദനകളും ആകുല ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശക്തിയാൽ അതിനെ അതിജീവിക്കുവാൻ, ആ കർത്താവിൻ്റെ കൃപയാൽ സകല പ്രതികൂലങ്ങളെയും ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ മേലും പകരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൃപ ലഭിച്ചാൽ, ഈ ശക്തി ലഭിച്ചാൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഈ ദിവസം ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ. അങ്ങയുടെ ദിവ്യശക്തി ആമേൻ എൻ്റെ മേലൊന്ന് ആമേൻ നൽകിത്തരണമേ. എനിക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ, ഈ ദുഷ്ട ലോകത്തിൽ ആമേൻ ധൈര്യമായി നിൽക്കുവാൻ അങ്ങയുടെ കൃപയും ശക്തിയും ആവശ്യമാണ്. എൻ്റെ ശരീരത്തിലെ ക്ലേശങ്ങളെ അതിജീവിക്കുവാൻ അങ്ങയുടെ കൃപയും ശക്തിയും ആവശ്യമാണ്. അതുകൊണ്ട്
അങ്ങനെയുള്ള പ്രിയപ്പെട്ട പ്രാർത്ഥിച്ചാട്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ലഘു സന്ദേശങ്ങൾ ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെ സന്തോഷവും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആമേൻ. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.